we can see what are the proof for semi-conservative model of DNA replication. These are the two scientists, Meselhson and Stahl. They did an experiment with E. coli bacteria. Always E. coli bacteria need nitrogen to grow. എപ്പോഴും ഇക്കോളജിക്ക് എന്ത് വേണം? നൈട്രജൻ ബാക്ടീരിയ വേണം. So how we are growing bacteria? Often bacteria are grown in a media, in a dish like this, and this is called a plate culture. Often bacteria are grown in this kind of petri dishes, and we will give a appropriate media, and that media should have nitrogen. So normally the nitrogen is having an atomic number 14, but there is a heavy nitrogen is present, that is an isotope, that is nitrogen 15. So in their experiment, Meselhson and Stahl added heavy nitrogen in their media as nitrogen source. Media nitrogen source aayittu heavy nitrogen add cheyidu. So what you can expect? DNA bacterial cell divide cheyanengil adu mitosis cheyum. Mitosis cheyyunnadinu munpu adu DNA synthetic phase il DNA duplicate cheyum. അങ്ങനെ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോൾ DNA സിന്തസിസ് ആണ് നടക്കുന്നത്. DNA സിന്തസിസ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് കിട്ടുന്ന നൈട്രജൻ അത് എടുത്ത് ചെയ്യും. കിട്ടുന്ന നൈട്രജൻ എന്താണ്? N15 ആണ്. എന്താണ്? N15. ഓക്കെ. സോ അങ്ങനെ N15 നൈട്രജൻ ആണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ N15 നൈട്രജൻ ഉപയോഗിച്ച് DNA അവർ സിന്തസൈസ് ചെയ്താൽ ആ DNAയുടെ വെയിറ്റ് കൂടുകയോ കുറയോ? ദ വെയിറ്റ് ഓഫ് ദ DNA വിൽ ബി ലിറ്റിൽ ബിറ്റ് മോർ, കുറച്ചുകൂടെ കൂടുതലായി. അതായത് N14 DNA-ക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കാണും N15 DNA-ക്ക്, ബിക്കോസ് N15 ഈസ് മോർ വെയർ ദാൻ, വെയിറ്റ് കൂടുതലാണ് എന്തിനാണ്? N14-നേക്കാളും. അപ്പം ആദ്യം അവർ എന്ത് ചെയ്തു? N14 നിന്ന് വളർന്ന ബാക്ടീരിയ ഇങ്ങോട്ടെടുത്ത് N15 മീഡിയയിൽ വളർത്തി. ഓക്കെ, അങ്ങനെ N15 അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നൗ what will be the result? അങ്ങനെ അവർ ചെയ്തപ്പോൾ അവർക്ക് ഒരു റിസൾട്ട് കിട്ടി. Let's see what is the result. So the DNA they grown in N15 media. So when they did the N15 media അത് വളർത്തിയപ്പോൾ they got heavy DNA കിട്ടി. N15 വളർത്തിയപ്പോൾ എന്താണ്? N14-നേക്കാളും ഹെവി ആയിട്ടുള്ള DNA കിട്ടി. അടുത്ത് എന്ത് ചെയ്തു അവര്? അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആദ്യം കുറച്ച് ബാക്ടീരിയ എടുത്തു. ബാക്ടീരിയ അവരെന്താണ്? ഒരു ജനറേഷൻ ഏതിൽ നടത്തി? N15 വളർത്തി. N15 വളർത്തിയിട്ട് എന്ത് ചെയ്തു? അതിൽ നിന്ന് കുറച്ച് ബാക്ടീരിയ എടുത്ത് അതിൻ്റെ DNA ഐസൊലേറ്റ് ചെയ്തു. DNA ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെമി കൺസർവേറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഉണ്ടാവുന്ന ഡോട്ടർ സ്റ്റാൻഡ്സിലെല്ലാം എന്ത് കാണും? N15 കാണും. സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ ആണ് നടന്നതെങ്കിൽ ഉണ്ടായ ഡോട്ടർ സ്റ്റാൻഡിലേക്ക് എന്ത് കാണും? N15-ന്റെ ഒരു സ്റ്റാൻഡ് കൂടെ കാണും. അന്നേരം വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദ DNA? വെയിറ്റ് ഓഫ് ദ DNA N14-നേക്കാളും കുറച്ചുകൂടെ കൂടും, N15-ലോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ജനറേഷൻ N14, N15 ഒന്നിച്ച് വന്ന DNA സ്റ്റാൻഡുള്ള ബാക്ടീരിയ അവരെന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? N15-ൽ വീണ്ടും വളർത്തി. അപ്പം അടുത്ത ജനറേഷനിലെ ബാക്ടീരിയ ആയപ്പോൾ എന്ത് പറ്റി? ഈ പാരന്റൽ സ്റ്റാൻഡിൽ ഒരു പ്രത്യേകത വന്നു. പാരന്റൽ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? N14-ഉം N15-നും കൂടെയുള്ള DNA സ്റ്റാൻഡ് അല്ലേ? സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ആയിട്ട് അവരെന്ത് ചെയ്തു? അത് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഒന്നിൽ ഒരു ഡോട്ടർ സ്റ്റാൻഡ് N14-ഉം ഒരു പാരന്റൽ സ്റ്റാൻഡ് N15-ഉമായിട്ട് മാറി. അതായത് N14, N15 DNA സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഒരു സ്റ്റാൻഡ് N14-ഉം അടുത്ത സ്റ്റാൻഡ് N15-ഉം പാരന്റൽ സ്റ്റാൻഡായി മാറി. പക്ഷേ ഡോട്ടർ സ്റ്റാൻഡ് എന്തായിരുന്നു? എല്ലാം N15 ആയിരുന്നു. ഡോട്ടർ സ്റ്റാൻഡ് ഉണ്ടായതെല്ലാം എന്താണ്? അതിന് കോംപ്ലിമെന്ററി സ്റ്റാൻഡായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതെല്ലാം എന്തായിരിക്കും? N15 ആയിരുന്നു. അപ്പോൾ എന്ത് പറ്റി കാണും? ഒരു DNA സ്റ്റാൻഡ് N14, N15-ഉം അടുത്ത DNA സ്റ്റാൻഡ് എന്താണ്? കംപ്ലീറ്റ്ലി N15 ആയിട്ട് മാറി. അവരെങ്ങനെ തിരിച്ചറിയും? ഈ DNA-യുടെ വെയിറ്റ് ഒക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓരോ സ്റ്റേജിനും അവർ DNA ഐസൊലേറ്റ് ചെയ്തിട്ട് they did an experiment called CCN chloride ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. DNA ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു സെൻട്രിഫ്യൂജിൽ വെച്ച് ഡെൻസിറ്റി ഗ്രേഡിയന്റിൽ സെൻട്രിഫ്യൂജ് ചെയ്തു. അങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ N14-ൽ മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയത് ലൈറ്റ് DNA, ലെസ് വെയിറ്റർ ആയിട്ടുള്ള DNA കിട്ടി. N14-ഉം N15-ഉം കൂടെ വന്നപ്പോൾ അവർക്ക് എന്ത് കിട്ടി?
മീഡിയം വെയ്റ്റഡ് DNA, N14 N15. എന്നാൽ അടുത്ത തവണ എന്ത് കിട്ടി? ഹെവി DNA, N15 മാത്രം വന്നപ്പോൾ എന്ത് കിട്ടി? ഹെവി DNA കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അവർക്ക് ഇന്റർമീഡിയറ്റ് വെയിറ്റുള്ള DNA കിട്ടാൻ കാരണം? DNA സെമി കൺസർവേറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു ഡോട്ടർ സ്ട്രാൻഡ് റീറ്റൈൻ ചെയ്തത്. ഒരു ഡോട്ടർ സ്ട്രാൻഡ്, അതായത് ഒരു പാരന്റൽ സ്ട്രാൻഡ് ഡോട്ടർ സ്ട്രാൻഡിൽ റീറ്റൈൻ ചെയ്തത് എന്തുകൊണ്ടാണ്? DNA സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ കൺക്ലൂഷനിലെത്തി ശരിക്കും നാച്ചുറൽ ഉള്ളത് കൺസർവേറ്റീവ് മോഡലും അല്ല, ഡിസ്പേഴ്സീവ് മോഡലും അല്ല, പിന്നെന്താണ്? സെമി കൺസർവേറ്റീവ് മോഡൽ. അപ്പം ഞാൻ ഒന്നുകൂടെ അത് പറയാം, സിമ്പിളായിട്ട് പറയാം. ദേ ഗ്രോൺ ഇക്കോളെ അവർ എവിടെ വളർത്തി? ഇക്കോളെ വേർ ഗ്രോൺ ഇൻ എ മീഡിയ കണ്ടെയ്നിങ് N15. Previously, that E. coli was grown in a media containing N14. When they were grown in N15 media, they got DNA with weight more than N14. That the reason was due to the incorporation of N15 in their daughter strands. When the bacteria were again grown in N15 medium, they got another set of DNA where there were N14, N15 weighed bacteria and heavier DNA. That heavier DNA was because of the presence of N15 DNA strands. So thus they came to a conclusion that DNA replication is happening in a semi-conservative pattern. See, now this, can you read this? Bacteria were grown in a medium with heavy isotopic nitrogen N15. N15 become integrated into the bases, making DNA in a bacteria heavier. Then the bacteria grown with N15 was then moved to a medium N14. അങ്ങനെയും ചെയ്യാം. അതിനെ വീണ്ടും എന്താണ് N14 കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? സി ഒന്നുകൂടെ N14 വളർന്ന ബാക്ടീരിയ N15 വളർത്തി. N15 വളർത്തിയപ്പോൾ N14 ആയിട്ട് ഹെവിയർ ബാക്ടീരിയ കിട്ടി. പിന്നെ അവരെന്താണ് അതിനെ വീണ്ടും N14 കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചാണ്? ഹെവിയർ ബാക്ടീരിയ, ഇന്റർമീഡിയറ്റ് ബാക്ടീരിയയും ഹെവിയർ ബാക്ടീരിയ, രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ അവർക്ക് കിട്ടി. അതിൽ നിന്ന് കൺക്ലൂഷൻ എത്ര ഉള്ളൂ? DNA with N15 വാസ് ഹെവിയർ ആൻഡ് ഡെൻസർ ദാൻ ദി DNA with N14. പക്ഷേ അതിനെ വീണ്ടും N14 വളർത്തിയപ്പോൾ രണ്ട് മോളിക്കുലർ വെയിറ്റ് ഉള്ളത് കിട്ടി, ഹെവിയറും കിട്ടി, ലൈറ്ററും കിട്ടി. സോ ദിസ് ഇസ് ഹൗ ദേ പ്രൂവ് ദാറ്റ് semi-conservative replication is in practice. See this diagram. See, first they grow the bacteria in N15, so got an intermediate density ഉള്ള ഒരു DNA കിട്ടി. അടുത്ത് എന്ത് ചെയ്തു? ആ ഇന്റർമീഡിയറ്റ് DNA ഉള്ളതിനെ അവർ വീണ്ടും എന്ത് ചെയ്തു? N14 അടുത്തൊരു മീഡിയയിൽ വീണ്ടും അത് N14 ഉള്ള സാധാ മീഡിയയിൽ വളർത്തിയപ്പോൾ ദേ ഗോട്ട് N15 ഇന്റർമീഡിയറ്റ് DNA കിട്ടി. ഇവിടെ നോക്ക്, N15 ആയിട്ടുള്ളതിൽ വളർത്തിയപ്പോൾ ഹെവി DNA ആണ് കിട്ടുന്നത്, ഹെവി DNA. പക്ഷെ വീണ്ടും അതിനെ N14 വളർത്തിയപ്പോൾ എന്ത് ചെയ്തു? ഇന്റർമീഡിയറ്റ് വെയിറ്റ് ഉള്ളത് കിട്ടി. ഒന്നുകൂടെ അതിനെ N14 വളർത്തിയപ്പോൾ രണ്ട് സ്ട്രാൻഡിൽ പോണോണ്ട് ഇന്റർമീഡിയറ്റ് DNAയും കിട്ടി, N14 ഉള്ള ലെസ് വെയിറ്റ് DNAയും കിട്ടി. അതിൽ നിന്ന് അവർ കൺക്ലൂഡ് ചെയ്ത് എന്താണ്? ഓരോ തവണ റെപ്ലിക്കേഷൻ നടക്കുമ്പോഴും ഡോട്ടർ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അവർക്ക് വെയിറ്റ് കുറഞ്ഞതും വെയിറ്റ് കൂടിയതുമായിട്ടുള്ള DNA കിട്ടുന്നത്. സോ ദേ കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ഈസ് ഹൗ DNA replication is happening in nature and it is semi-conservative.